ഹായ് ഫ്രണ്ട്സ്, മലയാളം PSC exam.blogspot.comലെ എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാം. ഡെയിലി കറണ്ട് അഫയേഴ്സ് 18/8/2020. ഗുഞ്ചൻ സക്സേന ദ കാർഗിൽ ഗേൾ എന്ന സിനിമയുടെ സംവിധായകനാണ് ശരൺ ശർമ്മ. സർക്കാർ സ്കൂളുകളിൽ 12ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി സ്മാർട്ട് ഫോണുകൾ നൽകാനായി പഞ്ചാബിൽ ആരംഭിച്ച പദ്ധതിയാണ് പഞ്ചാബ് സ്മാർട്ട് കണക്ട് സ്കീം. ഏഷ്യറ്റിക് സിംഹങ്ങളുടെ സംരക്ഷണം ലക്ഷ്യമാക്കി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതിയാണ് പ്രോജക്ട് ലയൺ. നദികളെയും സമുദ്രങ്ങളെയും ഡോൾഫിനുകളുടെ സംരക്ഷണം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പദ്ധതി പ്രോജക്ട് ഡോൾഫിൻ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം 2020 ഓഗസ്റ്റിൽ പുറത്തിറക്കിയ സെൻട്രൽ യൂണിവേഴ്സിറ്റി കാറ്റഗറി ഇൻ ഗവൺമെന്റ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ സർവകലാശാലയാണ് ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി. പട്ടികവർഗക്കാരിലൂടെ ആരോഗ്യ പോഷക ആഹാര ലഭ്യതയും ഉറപ്പുവരുത്താൻ കേന്ദ്ര ട്രൈബൽ മന്ത്രാലയം ആരംഭിച്ച ട്രൈബൽ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷണൽ പോർട്ടലാണ് സ്വാസ്ഥ്യ. കോവിഡ് ചികിത്സയ്ക്കായി ടാറ്റ ഗ്രൂപ്പ് കേരളത്തിൽ നിർമ്മിക്കുന്ന ആശുപത്രി നിലവിൽ വരുന്ന ജില്ല കാസർഗോഡ്. 20 മിനിറ്റ് കൊണ്ട് COVID-19 പരിശോധനാ ഫലം ലഭ്യമാക്കുന്നതിന് യൂണിവേഴ്സിറ്റി ഓഫ് മെൽബണിലെ ഗവേഷകർ വികസിപ്പിച്ച സംവിധാനമാണ് N1 സ്റ്റോപ്പ് ലാബ്. 2020 ഓഗസ്റ്റിൽ സെന്റർ ഫോർ ബയോഫാം അനാലിസിസ് നിലവിൽ വന്ന സ്ഥലം പൂനെ. 2020 ഓഗസ്റ്റിൽ അന്തരിച്ച പ്രശസ്ത മലയാളി ഫോട്ടോഗ്രാഫറാണ് പുനലൂർ രാജൻ. 2020 ഓഗസ്റ്റിൽ നടന്ന ബ്രിക്സ് ആന്റി ഡ്രഗ് വർക്കിംഗ് ഗ്രൂപ്പ് മീറ്റിംഗിൽ ഇന്ത്യയിലെ പാനൽ നയിച്ചതാണ് രാകേഷ് അസ്താന, ഡയറക്ടർ ജനറൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ. 2020 ഓഗസ്റ്റിൽ ഫുഡ് വേസ്റ്റ് കുറയ്ക്കുന്നത് ലക്ഷ്യമാക്കി ക്ലീൻ പ്ലേറ്റ് ക്യാമ്പയിൻ 2 ആരംഭിച്ച രാജ്യം ചൈന. യൂത്ത് ആൻഡ് COVID-19 ഇമ്പാക്ട്സ് ഓൺ ജോബ്, എഡ്യൂക്കേഷൻ, റൈറ്റ്സ് ആൻഡ് മെന്റൽ വെൽബീയിങ് എന്ന സർവേ നടത്തിയ അന്താരാഷ്ട്ര സംഘടന ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. എല്ലാവർക്കും ഡിജിറ്റൽ ആരോഗ്യം തിരിച്ചറിയൽ കാർഡ് നൽകുന്നതിന് കേന്ദ്ര സർക്കാർ 2020 ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ. 2020 ഓഗസ്റ്റിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരങ്ങളാണ് മഹേന്ദ്ര സിംഗ് ധോണിയും സുരേഷ് റെയ്നയും. 2020 സ്പാനിഷ് F1 ഗ്രാൻഡ് പ്രിക്സ് ജേതാവാണ് ലൂയിസ് ഹാമിൽട്ടൺ. ഇലക്ട്രിക് 2-വീലർ റെന്റൽ പ്ലാറ്റ്ഫോമായി ബൈഗോയുടെ ബ്രാൻഡ് അംബാസഡറാണ് ഹർഭജൻ സിംഗ്. 2020 ഓഗസ്റ്റിൽ വിദ്യാർത്ഥികൾക്ക് വീടിനടുത്തുള്ള സ്ഥലങ്ങളിൽ പഠന സൗകര്യങ്ങൾ ഒരുക്കാനായി പഠായി തുമാര പര എന്ന പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഛത്തീസ്ഗഡ്. അധ്യാപകർക്കായി IIT ഖരഗ്പൂരിലെ ഗവേഷകർ വികസിപ്പിച്ച ക്ലാസ് റൂം സംവിധാനമാണ് ദീക്ഷക്. തദ്ദേശ വ്യാപാരങ്ങളും സംരംഭകത്വം പ്രോത്സാഹിപ്പിക്കാനായി നാഗാലാൻഡ് ആരംഭിച്ച സിംഗിൾ വിൻഡോ കോമേഴ്സ് പ്ലാറ്റ്ഫോമാണ് യെല്ലോ ചെയിൻ. അടുത്തിടെ മഹാരാഷ്ട്ര സർക്കാർ മരണാനന്തരം നട്വരി പ്രഭാകർ പനിഷ്കർ അവാർഡ് നൽകിയ വ്യക്തിയാണ് രത്നാകർ മഡ്കരി. 2020 ഓഗസ്റ്റ് 15 രാജ്യാന്തര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റനാണ് മഹേന്ദ്ര സിംഗ് ധോണി. 2020 ഓഗസ്റ്റ് 15 ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഏത് അറബ് രാജ്യത്തിന്റെ കെട്ടിടമാണ് ത്രിവർണ പതാക ദൃശ്യമായത്? ബുർജ് ഖലീഫ, UAE. ഇന്ത്യയുടെ പ്രധാന ഫോർവേഡ് ബേസായ സീമ ഏത് കേന്ദ്രഭരണ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു? ലഡാക്ക്. ഓർഗാനിക് ഫാമിംഗ് റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം ഇന്ത്യ. ആദ്യ ജൈവ സംസ്ഥാനം സിക്കിം. മുൻ പ്രധാനമന്ത്രി വാജ്പേയിയുടെ ചരമദിനം ഓഗസ്റ്റ് 16. ഡ്രോണുകൾ പ്രതിരോധിക്കാൻ ഇന്ത്യ ആൻഡ് ഡ്രോൺ സിസ്റ്റം രൂപകൽപ്പന ചെയ്തത് DRDO. ലേസർ ഉപയോഗിച്ച് 3 കിലോമീറ്റർ ചുറ്റളവിലെ ഡ്രോണുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നറിയാൻ കഴിയും. 2020 ആഗോള ഉച്ചകോടിയിൽ 2 അവാർഡുകൾ കരസ്ഥമാക്കിയ ഇന്ത്യൻ ഗവൺമെന്റ് ഡിജിറ്റൽ പദ്ധതിയാണ് മൈ ഗവ് കൊറോണ. ചരിത്രത്തിൽ ആദ്യമായി സ്വകാര്യ കമ്പനി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിച്ച 2 സഞ്ചാരികൾ അടുത്തിടെ സുരക്ഷിതരായി മടങ്ങിയെത്തി. ഏത് കമ്പനിയാണ് ഈ ദൗത്യം നിർവഹിച്ചത്? US-ലെ സ്പേസ് എക്സ് കമ്പനി. ബോബ് ബെഹൻകെൻ, ഡഫ് കുർലി എന്നിവരായിരുന്നു നാസയിൽ നിന്നുള്ള സഞ്ചാരികൾ. ബഹിരാകാശ രംഗത്ത് സ്വകാര്യ പങ്കാളിത്തം അനുവദിക്കാനായി കേന്ദ്ര സർക്കാർ രൂപം നൽകിയ സ്ഥാപനമാണ് ഇന്ത്യൻ നാഷണൽ സ്പേസ് പ്രൊമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ.
വേൾഡ് ബ്രസ്റ്റ് ഫീഡിംഗ് വീക്ക് ഓഗസ്റ്റ് 1 മുതൽ 7 വരെ. സപ്പോർട്ട് ബ്രസ്റ്റ് ഫീഡിംഗ് ഫോർ എ ഹെൽത്തിയർ പ്ലാനറ്റ് എന്നതായിരുന്നു 2020 വാരാചരണത്തിൻ്റെ വിഷയം. ബ്രിട്ടീഷ് പ്രഭു ഹൗസായ അംഗമായി നിയമിക്കപ്പെട്ട മുൻ ഇംഗ്ലണ്ട് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റനാണ് ഇയാൻ ബോത്തം. ലോകത്തിൽ 4ാമത്തെ മുഖം മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയയായ അമേരിക്കൻ വനിത അടുത്തിടെ അന്തരിച്ചു. ഇവരുടെ പേരാണ് കോണി കൾപ്പ്. ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ ഭൂപടം UN ഏജൻസികൾക്ക് അന്താരാഷ്ട്ര സമൂഹത്തിന് അയക്കുമെന്ന് പ്രഖ്യാപിച്ച അയൽ രാജ്യമാണ് നേപ്പാൾ. ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഗുജറാത്തിലെ ജുനാഗഡ്, മാൻവദോർ, സർക്രിക് തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭൂപടം പാകിസ്ഥാനും ഈയിടെ പുറത്തിറക്കിയിരുന്നു. 2020 ഇന്റർനാഷണൽ അൾട്രാ സൈക്ലിംഗ് റേസിൽ മികച്ച നേട്ടം കൈവരിച്ച ആദ്യ ഇന്ത്യനാണ് റേത് പന്നു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു. നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായി വരാം. താങ്ക് യു.